2025 ശീതകാല പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയത് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമേലുള്ള ചർച്ചയോടെയാണ്. വന്ദേമാതരം രചിക്കപ്പെട്ടതിൻ്റെ 150-ാം വാർഷികാചരണം കൂടിയാണ് ഇക്കൊല്ലം. വന്ദേമാതരം ചർച്ച ചെയ്യാൻ മാത്രം എന്തിരിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷം ചോദിച്ചത്. ഇത് നമ്മുടെ ദേശീയ ഗീതമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വന്ദേമാതരം ആദരിക്കപ്പെടുന്നുണ്ട്. വാർഷികാഘോഷങ്ങൾ പല വഴിക്ക് നടക്കുന്നുമുണ്ട്. അതിനിടയിൽ ചർച്ച ചെയ്യാൻ ഗൗരവതരമായ അനേകം വിഷയങ്ങൾ വേറെയുണ്ടല്ലോ എന്നായിരുന്നു അവരുടെ പക്ഷം. ഡൽഹി അടക്കമുള്ള നഗരങ്ങളിലെ മലിനീകരണം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം, അമേരിക്ക അടിച്ചേൽപ്പിക്കുന്ന അധിക തീരുവ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. എന്നാൽ വന്ദേമാതരം ചർച്ച ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കൂ എന്നായി സർക്കാർ. അങ്ങനെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു സമവായം ഉണ്ടാവുകയും വന്ദേമാതരം ചർച്ചയ്ക്ക് വരികയും ചെയ്തു. പ്രധാനമന്ത്രിയാണ് ചർച്ച ആരംഭിച്ചത്. വന്ദേമാതരത്തിൻ്റെ അക്കൗണ്ടിലും നെഹ്റുവിൻ്റെ പിരടിക്ക് കയറാനായിരുന്നു പ്രധാനമന്ത്രിയുടെ ശ്രമം. വന്ദേമാതരം നെഹ്റു വെട്ടിമുറിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. വന്ദേമാതരം കവിതയുടെ ആദ്യ 2 ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്തത് നെഹ്റുവായിരുന്നെന്നും അത് ജിന്ന അടക്കമുള്ള വർഗീയവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ചെയ്തതെന്നും മോദി ആരോപിച്ചു. പിന്നീട് വന്ന പ്രിയങ്ക ഗാന്ധി MP നിശ്ചിതമായ ഭാഷയിലാണ് നരേന്ദ്രമോദിക്ക് മറുപടി നൽകിയത്. മോദി ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ടു മറുപടി പറഞ്ഞ പ്രിയങ്ക ഇങ്ങനെയൊരു ചർച്ച നടത്താൻ സർക്കാർ വാശി പിടിച്ചതു തന്നെ വരാനിരിക്കുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞാൽ ബംഗാൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചു തുടങ്ങിയ ഈ ചർച്ച സർക്കാരിന് തലവേദനയായി. ചർച്ചകൾ ഒടുവിൽ അവസാനിച്ചത് ബംഗാൾ ജനതയുടെ അഭിമാന സ്തംഭങ്ങളായ രവീന്ദ്രനാഥ് ടാഗോറിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും BJP അധിക്ഷേപിക്കുന്നു എന്ന വ്യവഹാരത്തിലാണ്. പ്രധാനമന്ത്രി പറഞ്ഞ ചില വിഷയങ്ങളും അതിനുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മറുപടികളും ആദ്യം പറയാം. കാരണം വന്ദേമാതരത്തെ പ്രതി സംഘപരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല നുണകളും ഇതോടെ പൊളിഞ്ഞു പോകും. BJP അവതരിപ്പിക്കുന്ന വിവരശൃംഖലയിൽ വ്യാജ വ്യവഹാരങ്ങളും വ്യാജ വാർത്തകളും മുകളിൽ നിന്ന് താഴെത്തട്ടിലേക്ക് കൈമാറി വരുന്നു എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. ദീനദയാൽ ഉപാധ്യായ മാർഗിലെ BJP ആസ്ഥാനത്ത് നിന്ന് തൊടുത്തുവിടുന്ന ഒരു വിവരം താഴെത്തട്ടിലെ സാധാരണ പ്രവർത്തകരുടെയോ അനുഭാവികളുടെയോ അടുത്തെത്തുന്നു. ഇങ്ങനെയൊരു ഡിസിമിനേഷൻ ഹയറാർക്കി ഉണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയാം. പക്ഷേ താഴെത്തട്ടിൽ പടച്ചുവിടുന്ന നുണകളും മണ്ടത്തരങ്ങളുമൊക്കെ അവരോഹണത്തിൽ കയറി മുകളിലേക്ക് വന്ന് അതൊക്കെയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിലടക്കം വിളിച്ചു പറയുന്ന സ്ഥിതി കഷ്ടമാണെന്ന് പറയാതെ വയ്യ. 1875 വന്ദേമാതരം രചിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ദേശീയ ഗീതമായി നമ്മൾ കണക്കാക്കുന്ന ഭാഗമാണ് അന്ന് രചിക്കപ്പെട്ടത്. ബംഗാളിൽ നിന്നുള്ള കവി ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ അഥവാ ചാറ്റർജി ആയിരുന്നു രചയിതാവ്. പിന്നീട് 1882 ആനന്ദ് മഠ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ കവിത വിപുലപ്പെടുത്തി എഴുതുകയും നോവലിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. എന്നാൽ വന്ദേമാതരം ജനശ്രദ്ധയിൽ വരുന്നത് 1896 രവീന്ദ്രനാഥ് ടാഗോർ ഇത് ആലപിച്ചതോടെയാണ്. പ്രധാനമന്ത്രി ടാഗോറിൻ്റെ ഈ ആലാപനത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഒരു സമ്മേളനത്തിൽ ടാഗോർ വന്ദേമാതരം ആലപിച്ചു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പ്രിയങ്ക ഗാന്ധി ആവട്ടെ പ്രധാനമന്ത്രിയോട് ആ സമ്മേളനം ഏതാണെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അത് ഹിന്ദു മഹാസഭയുടെ സമ്മേളനമായിരുന്നു, അത് RSSൻ്റെ സമ്മേളനമായിരുന്നു, അത് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലായിരുന്നു എന്ന് പ്രിയങ്ക ഭരണപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി നല്ല പ്രസംഗകനൊക്കെയാണ്, പക്ഷേ വസ്തുതകൾ പറയുന്നതിൽ ആൾ നല്ലോണം വീക്കാണ് എന്നും പ്രിയങ്ക പരിഹസിച്ചു. ദേശീയ ഗീതമായി പരിഗണിക്കുമ്പോൾ വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രം തിരഞ്ഞെടുത്തത് നെഹ്റു കാരണമാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. വന്ദേമാതരം കവിതയിൽ ആദ്യ 2 ഖണ്ഡികകൾ നാടിനെ അമ്മയായി ആദരിക്കുന്നതാണ്. ഭാരതമെന്നോ ബംഗാളെന്നോ അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മനസ്സിലുണ്ടായിരുന്ന ജന്മനാടിനെ അമ്മയായി സങ്കല്പിക്കുകയും ഇവിടെയുള്ള ഐശ്വര്യങ്ങളും എണ്ണിപ്പറയുകയാണ് ആ ഭാഗങ്ങളിൽ ചെയ്യുന്നത്. ഇതിൽ ഭൂപ്രകൃതി അടക്കം മനോഹരമായി വർണ്ണിക്കുന്നത് കാണാവുന്നതാണ്. എന്നാൽ പിന്നീട് എഴുതപ്പെടുകയും ആനന്ദ് മഠിൽ ചേർക്കപ്പെടുകയും ചെയ്ത ഭാഗങ്ങൾ ദുർഗാദേവിയുടെ വർണ്ണനകളാണ്. ഈ ഭാഗം നമ്മുടെ ദേശീയ ഗീതത്തിൻ്റെ ഭാഗമല്ല. അതിൻ്റെ കാരണമാണ് മോദി കണ്ടെത്തുന്ന വർഗീയവാദികളുടെ സമ്മർദ്ദവും നെഹ്റുവിൻ്റെ വെട്ടും. 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയെ സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്. അങ്ങനെയൊരു അവസരത്തിലാണ് ദേശീയ ഗീതത്തെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാകുന്നത്. വന്ദേമാതരം ദേശീയ ഗീതമാക്കാം എന്നൊരു ആലോചന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായി. 1937
കോൺഗ്രസ് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി തിരഞ്ഞെടുത്തു. അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ബോസിനെ കൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, ആചാര്യദേവ് എന്നിങ്ങനെ ഒരു കമ്മിറ്റി അന്ന് ഗീതം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് വന്ദേ മാതരത്തിലേക്ക് കമ്മിറ്റി എത്തുന്നത്. പക്ഷേ ഇത് ദേശീയ ഗാനമാക്കുന്നതിനോട് ടാഗോറിന് എതിർപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടി ബഹുസ്വരവും സാർവദേശീയവുമായ ഒരു കവിത ദേശീയ ഗാനമാക്കണമെന്ന അഭിപ്രായമായിരുന്നു ഭാരതത്തിൻ്റെ വിശ്വകവിക്ക്. ഇതേ സമയം ആനന്ദ് മഠിലുള്ള ചില പ്രമേയങ്ങളിൽ ഹിന്ദുത്വവാദികളും ജിന്നയുടെ ലീഗും ഹിന്ദു മുസ്ലിം വിഭാഗീയത കണ്ടെത്തി. ഒരു വിഭാഗം മുസ്ലിം വിദ്വേഷത്തെ സാധൂകരിക്കാൻ ശ്രമിച്ചപ്പോൾ മറുവിഭാഗം അതിൽ പ്രതിഷേധം തുടങ്ങി. വന്ദേമാതരം ദേശീയ ഗീതമാക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരായി ലീഗ്. ഈ സമയത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനൊരു കത്തെഴുതുന്നുണ്ട്. വന്ദേമാതരത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആശങ്കയായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. നെഹ്റു തിരിച്ചെഴുതി, ഇപ്പോൾ നടക്കുന്നത് ഏതാനും വർഗീയവാദികളുടെ ഒറ്റപ്പെട്ട കോലാഹലങ്ങളാണ്. നമ്മളതിനു മുന്നിൽ കീഴടങ്ങേണ്ടതില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നെഹ്റുവിൻ്റെ ഒരു കത്തിലെ ഏതാനും വരികൾ മാത്രമാണ് മോദി വായിച്ചത്. നെഹ്റു എഴുതിയത് ഒരു മറുപടി ആയിരുന്നെന്നോ ബോസിനും നെഹ്റുവിനും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമായിരുന്നു എന്നോ മോദി പറഞ്ഞില്ല. എന്നാൽ കത്തിൻ്റെ മറ്റു ഭാഗങ്ങളും വായിച്ചുകൊണ്ടാണ് പ്രിയങ്ക തൻ്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളെ നേരിട്ടത്. ടാഗോറിനെ ചെന്ന് കണ്ട് ഇവിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുവിനോട് നിർദ്ദേശിച്ചു. അതനുസരിച്ച് നെഹ്റു ശാന്തിനികേതനിൽ ചെന്ന് ടാഗോറിനെ കണ്ടു. ടാഗോറാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രം രാഷ്ട്രഗീതമായി തിരഞ്ഞെടുത്താൽ മതിയെന്ന് തീർപ്പുണ്ടാക്കുന്നത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായിരിക്കുമെന്നും ഇവിടെ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉൾക്കൊള്ളാനും ആത്മസംഘർഷങ്ങൾ കൂടാതെ ഏറ്റെടുക്കാൻ കഴിയുന്നതുമായ ഒന്നായിരിക്കണം ദേശീയഗാനം എന്ന നിലപാട് കോൺഗ്രസിനും ടാഗോറിന് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക്കാവുമ്പോൾ ടാഗോറിൻ്റെ ജനഗണമന ദേശീയഗാനമാക്കാനുള്ള തീരുമാനം തന്നെ സത്യം പറഞ്ഞാൽ ടാഗോറിൻ്റെ ഈ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡികകളെ ആനന്ദ് മഠ എന്ന നോവലിൻ്റെ കഥാപശ്ചാത്തലത്തിൽ നിന്ന് കോൺഗ്രസ് അടർത്തിയെടുത്തു. അതുകൊണ്ട് തന്നെ വന്ദേമാതരത്തിന് വർഗീയവാദികൾ നൽകുന്ന അർത്ഥത്തിനപ്പുറത്തേക്ക് ബഹുസ്വരമായ ഒരു വ്യാഖ്യാനമുണ്ടായി. വന്ദേമാതരത്തിൻ്റെ രചയിതാവ് ഈ നോവൽ എഴുതുന്ന കാലത്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഏറെക്കുറെ ഒരു ബ്രിട്ടീഷ് ഭക്തനായിരുന്നു എന്നതാണ് സത്യം. ഈ നോവലിൽ തന്നെ ബ്രിട്ടീഷ് വ്യവഹാരങ്ങളുടെ ആവർത്തനം കാണാൻ സാധിക്കുന്നതാണ്. ബ്രിട്ടീഷ് ഭരണം കൊണ്ട് മാത്രമേ ഇന്ത്യക്കാരുടെ അഹംഭാവം മാറിക്കിട്ടുകയുള്ളൂ എന്ന് ചാറ്റർജി വിശ്വസിച്ചു. അതേസമയം വൈരുദ്ധ്യമെന്ന് പറയട്ടെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലും അതിനും എത്രയോ മുമ്പ് നടന്ന സന്യാസി ലഹളകളിലും ആകൃഷ്ടനുമായിരുന്നു. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ചാറ്റർജി ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായി. ഡെപ്യൂട്ടി കളക്ടറും പിന്നീട് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റും വരെയായി. ഗോഡ് സേവ് ദ കിങ് എന്ന ഗീതം മുഴുവൻ ഇന്ത്യക്കാരുടെയും ദേശീയഗാനമാക്കാൻ ബ്രിട്ടീഷുകാർക്കിടയിൽ ശ്രമം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ വേളയിലാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം ബങ്കിം ചന്ദ്ര രചിക്കുന്നത്. കോൺഗ്രസ് സമ്മേളനങ്ങളിലൂടെ പ്രചാരം നേടിയ ഗാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരഭേരിയായി മാറി എന്നതാണ് സത്യം. 1905 ബംഗാൾ വിഭജനകാലത്ത് ബംഗാളിലെ തെരുവുകളിൽ വന്ദേമാതരം അലയടിച്ചു. വന്ദേമാതരം പാടുന്നതും എഴുതി പങ്കുവെക്കുന്നതും ബ്രിട്ടീഷുകാർ നിരോധിക്കുക വരെയുണ്ടായി. പക്ഷേ ജനങ്ങൾ നിരോധനത്തെ മറികടന്നു. കൂടുതൽ അടിച്ചമർത്താനും നിശബ്ദമാക്കാനും ശ്രമിക്കും തോറും വന്ദേമാതരം കൂടുതൽ ജനകീയമായിക്കൊണ്ടിരുന്നു. 1896 കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിലായിരുന്നു ടാഗോർ വന്ദേമാതരം ആലപിച്ചത്. 1901 മറ്റൊരു കൽക്കത്ത സെഷനിൽ ദഖിന ചരൺ സെന്നും 1906 ബനാറസ് കോൺഗ്രസ് സെഷനിൽ സരളാദേവിയും വന്ദേമാതരം ആലപിച്ചു. ലാലാ ലജ്പത് റായ് ലാഹോറിൽ നിന്ന് വന്ദേമാതരം എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചു. ബംഗാൾ വിഭജന ശ്രമത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായ ബാരിസലിലെ കൂറ്റൻ പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി വന്ദേമാതരം ആലപിച്ചു മാർച്ച് ചെയ്തു. 1907 ബിക്കാജി ഖാമ ഉണ്ടാക്കിയ ത്രിവർണ്ണ പതാക ജർമ്മനിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ നടുവിൽ ദേവനാഗരിയിൽ വന്ദേമാതരം എന്ന ആലേഖനം ചെയ്തിരുന്നു. രാംപ്രസാദ് ബിസ്മിൽ രചിച്ച ക്രാന്തി ഗീതാഞ്ജലിയിൽ ബിസ്മിലിൻ്റെ ഗസൽ കൂടാതെ വന്ദേമാതരവും അച്ചടിച്ചു ചേർത്തു. 1946 അസമിലെ ഗുവാഹത്തിയിൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ വന്ദേമാതരം മറന്നുപോകരുതെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് അദ്ദേഹം നിഷ്കർഷിക്കുന്നുണ്ട്. ജയ് ഹിന്ദ് എന്ന പ്രയോഗം വന്ദേമാതരത്തെ ഒഴിവാക്കുന്നതിന് കാരണമാകരുത് എന്നായിരുന്നു ഗാന്ധിയുടെ നിർദ്ദേശം. ഇന്നും കോൺഗ്രസിൻ്റെ വലിയ യോഗങ്ങളിൽ അവസാനം വന്ദേമാതരം ആലപിച്ചു വരുന്നു.
പ്രസംഗങ്ങളുടെ ഒടുവിൽ ജയ് ഹിന്ദ് പറയുന്നതും സുപ്രധാന യോഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ വന്ദേമാതരം ആലപിക്കുന്നതും അങ്ങനെ കോൺഗ്രസിൽ ഒരു ശീലമായി. ഭരണഘടനാ അസംബ്ലിയിൽ ദേശീയഗാനത്തെ ചൊല്ലി വലിയ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ടാഗോറിൻ്റെ പഴയ നിർദ്ദേശം ഉയർത്തിപ്പിടിച്ച സഭ ഭാരതത്തിൻ്റെ വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തന്നെ ജനഗണമന ദേശീയ ഗാനമായും അതേ സ്ഥാനമുള്ള ദേശീയ ഗീതമായി വന്ദേമാതരത്തെയും തിരഞ്ഞെടുത്തു. തുല്യ പദവി ഉണ്ടെന്ന് പറയുമെങ്കിലും ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടകൾ വന്ദേമാതരത്തിന് ബാധകമല്ല. അതേസമയം ജനഗണമന മാറ്റി വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണമെന്നാവശ്യപ്പെട്ട് ഈയിടെയായി പൊതുതാൽപര്യ ഹർജികൾ കോടതി കയറാറുണ്ട്. വന്ദേമാതരം ആലപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ചില മുസ്ലിങ്ങളെയും കാണാം. ദേശീയ ഗാനം ആലപിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ചില ക്രൈസ്തവ വിഭാഗങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണിത്. ആനന്ദ് മഠത്തിലെ ദുർഗാദേവിയുടെ സങ്കല്പമായി ഭാരതത്തെ കാണാനും അങ്ങനെയൊരു സങ്കല്പത്തിന് മുന്നിൽ സാഷ്ടാംഗം വണങ്ങാനും മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസം അവരെ അനുവദിക്കുന്നില്ല. ഇതാണ് മൂലകാരണം. അതേസമയം ഇത് ദേശീയ ഗീതമായി കാണുന്നതിൽ അവർക്ക് എതിർപ്പില്ല. വന്ദേമാതരം നിർബന്ധിപ്പിച്ചു പാടിപ്പിക്കുന്നതിലും അതിൻ്റെ പേരിൽ ആളുകളെ ആക്രമിക്കുന്നതിലും രാജ്യത്ത് മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഒരേ അഭിപ്രായമാണ്. ഇത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നത് തന്നെയാണ് കാരണം. അതേസമയം വന്ദേമാതരം ദേശീയ ഗീതമായി തിരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിഭാവനം ചെയ്തതുപോലെ മാതൃരാജ്യത്തെ പറ്റിയുള്ള സ്തുതിഗീതമായി മാത്രം ഇതിനെ കാണുകയും ഭാരതാംബ എന്ന സങ്കല്പം ഏതെങ്കിലും മതവിശ്വാസങ്ങളുടെ ബിംബങ്ങളിൽ നിന്നു മാറി ഐക്യത്തെയും സാഹോദര്യത്തെയും കുറിക്കുന്ന അമൂർത്തമായൊരു ചിന്തയായി കരുതുകയും ചെയ്യുന്നവർക്ക് വന്ദേമാതരം ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാവാൻ ഇടയില്ല. പോരാത്തതിന് വന്ദേമാതരം എന്ന വാചകത്തിൻ്റെ അർത്ഥം മാതാവിന് മുന്നിൽ സാഷ്ടാംഗം വണങ്ങുന്നു എന്നതിനു പകരം അഭിവാദ്യം ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ഇത് ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ തീർച്ചപ്പെടുത്തിയ കാര്യവുമാണ്. ഇതിന് ഹിന്ദുത്വവാദികൾ പറയുന്ന അർത്ഥവും ആശയവും തന്നെ മറ്റുള്ളവരും ഉൾക്കൊള്ളണമെന്നോ ഇത് ആരെക്കൊണ്ടും നിർബന്ധിപ്പിച്ചു പാടിക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്നോ സ്വന്തം ഇഷ്ടപ്രകാരം പാടാൻ കൂട്ടാക്കാത്തവർ ദേശസ്നേഹം കുറഞ്ഞവരാണെന്നൊക്കെയുള്ള സങ്കുചിത ചിന്തകൾക്ക് ചവറ്റുകുട്ടയിലാണ് സത്യത്തിൽ സ്ഥാനം. ആസന്നമായ ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബംഗാളിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഹിന്ദു ഭക്തിഗാനം ദേശീയ ഗാനമാക്കാൻ സമ്മതിക്കാതിരുന്നത് നെഹ്റുവാണെന്ന് പ്രചരിപ്പിക്കാനുള്ള RSS BJP നീക്കമാണ് പ്രിയങ്ക ഗാന്ധിയിൽ തട്ടി തവിടുപൊടിയായത്. മാത്രവുമല്ല, വന്ദേമാതരത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം തിരഞ്ഞെടുത്ത വർഗീയവാദികൾ തത്വത്തിൽ രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസുമാണെന്ന് BJP നേതാക്കൾ പറയാതെ പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ വന്ദേമാതരത്തിൽ മോദിക്കും കൂട്ടർക്കും ശരിക്കും കൈപൊള്ളി.